ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡെയിലി വ്ളോഗ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ അടുപ്പത്ത് ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടന് പണിയുണ്ട്. ഓണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് മുതലാണ് ഇപ്പം പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പണിയുണ്ട്. അപ്പോൾ ഏട്ടന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ചോറ് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അടുപ്പത്ത് ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാമ്പാറിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വെള്ളപ്പയറാണ് കേട്ടോ. വെള്ളപ്പയർ ഞാൻ നമ്മുടെ റിച്ചൂട്ടിന് വേണ്ടിയിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ടതാണ്. അവന് ചോറിൽ വേവിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോറിന് കൂടെ വേവിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. പിന്നെ നമുക്ക് ഇനി ഏട്ടനെ കൊണ്ടുപോകാൻ തോരൻ ഉണ്ടാക്കണേ. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റും കൊത്തമല്ലി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അതെടുത്തിട്ട് ഞാൻ തോരൻ ഉണ്ടാക്കി വെക്കണം. പിന്നെ ഇതാ നമ്മുടെ ഉണക്കമീനാണ് കേട്ടോ, അത് സ്രാവ്. അപ്പോൾ അതും ഇവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോരനും ഉണക്കമീനും പിന്നെ സാമ്പാറും കൂടിയാണ് ഇന്നിപ്പോൾ ഏട്ടന് കൊടുത്തു വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏട്ടനൊക്കെ ജോലിക്ക് പോയി കേട്ടോ. ജോലിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ റിച്ചോട്ടനും കൂടി ഇന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ചായക്ക് ഇന്ന് ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങിട്ടോ. പുറത്തേക്ക് ഇറങ്ങി ഇത് ഞങ്ങളുടെ വീടിന് അടുക്കള ഭാഗത്തെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇത് അടുക്കളയാണ്. ഈ നീല ഷെഡ് കാണുന്നത് അടുക്കളയാണ്. പിന്നെ ആ ഹോളോ ബ്രിക്സ് കൊണ്ട് കെട്ടിയിട്ടുള്ള ഷെഡ് പിന്നെ ഞങ്ങൾക്ക് താമസിക്കാൻ കെട്ടിയൊരു ഷെഡാണ് കേട്ടോ. അപ്പം നമ്മളിത് ആ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ റിച്ചോട്ടിനും കൂടി. അവനാണെങ്കിൽ പിന്നെ എപ്പോഴും പുറത്തേക്ക് പോകണം. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോട്ടിൽ കൂടെ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ പുറത്തുകൊണ്ട് പോയി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൻ. അപ്പം ഞങ്ങൾ പിന്നെ കുറച്ച് നേരമൊക്കെ പുറത്ത് ഇവിടെ തറവാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ അച്ഛൻ്റെ ഏട്ടൻ്റെ വീട് കേട്ടോ. അച്ഛൻ്റെ ഏട്ടൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ ഫാമിലിനെ കേട്ടോ. ഇവിടെ അച്ഛൻ്റെ അനിയൻ്റെ ഒരു വീടുണ്ട്. പിന്നെ രണ്ട് അനിയന്മാരുടെ വീടുണ്ട് കേട്ടോ അടുത്തടുത്ത്. പിന്നെ വല്യച്ഛൻ്റെ വീട്. ഇപ്പോൾ നമ്മൾ വല്യച്ഛൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. വല്യച്ഛനൊക്കെ മരിച്ചു പോയിട്ടോ. ഇപ്പോൾ അവിടെ വല്യച്ഛൻ്റെ മകൻ്റെ വൈഫും അവരുടെ മക്കളും പേരക്കുട്ടികളൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കണ്ടില്ല, ആ താഴെ കാണുന്നത് ഒരു അനിയൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ ഇവിടെ കാണില്ലേ, ഇതാണ് നമ്മുടെ ഏട്ടൻ്റെ ഭാര്യ. പിന്നെ ഏട്ടൻ്റെ മകനാണ് കേട്ടോ, മകൻ്റെ കുട്ടിയാണ് കേട്ടോ ഇത്. അവനവൻ്റെ അച്ഛമ്മ അടിച്ചു വാരുന്നത് കണ്ടിട്ട് ഒരു ചൂലെടുത്തിട്ട് കൂടെ നടന്നിട്ട് അടിച്ചു വാരാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ ഫസ്റ്റ് ചാനലിൻ്റെ ഇൻട്രോകളെല്ലാം ഈ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ എനിക്ക് ആ ഒരു ചാനലിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ അതിന് ശേഷം വീണ്ടും തുടങ്ങിയ ചാനലാണ് കേട്ടോ ഇത്. പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. നമ്മുടെ റിച്ചൂട്ടിനെ ഇനി കുളിപ്പിച്ച് കിടത്തി ഉറക്കണം. അതിന് ശേഷമാണ് എനിക്ക് പിന്നെ എന്തെങ്കിലും പണികളൊക്കെ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവന് ഞാൻ ഇപ്പോൾ പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുപ്പത് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ അടുക്കളയല്ല കേട്ടോ, ഇത് റൂമാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ അടുക്കളയായിട്ട് യൂസ് ചെയ്യുകയാണിത്. അപ്പോൾ അടുക്കളയുടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയും പണികൾ ഞാനൊരു ഷെഡ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു നീല ടാർപ്പായിട്ടിട്ടുള്ള ഷെഡ്. അപ്പോൾ അതാണ് നമ്മുടെ അടുക്കള. ഇപ്പോൾ അടുക്കളയിൽ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയും വീടിൻ്റെ പണിയും പൂർത്തിയാവാനുണ്ട്. ചുമരൊന്നും തേച്ചിട്ടൊന്നുമില്ല, നിലം പണി, അങ്ങനെ കുറേ പണികളൊക്കെ ഇനിയും ബാലൻസ് കിടക്കുകയാണ്. അപ്പോൾ അതിനുള്ള ആ ഒരു ടൈമിൽ അതിനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പണികളൊന്നും അവിടെ പാതി വഴിയിൽ നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ ഒരു റൂം നമ്മൾ അടുക്കളയായിട്ട് യൂസ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ റിച്ചൂട്ടിൻ്റെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് എല്ലാം റെഡിയാക്കിയിട്ട് എനിക്ക് റിച്ചൂട്ടിനെ കുളിപ്പിച്ചിട്ട് കിടത്തി ഉറക്കണം. അവനാണെങ്കിൽ ഓരോരോ കുറുമ്പുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അമ്മയാണ്, എൻ്റെ അമ്മയാണ്. അമ്മ ഇവിടെ കുറച്ച് ബേക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് പൊട്ടിച്ചിട്ട് ഡപ്പയിലാക്കി വയ്ക്കുകയാണ് കേട്ടോ. ഒരു ഡപ്പയിലാണ്. അപ്പോൾ അതിലാക്കി വെക്കുകയാണ് അമ്മ. അപ്പോൾ അതിനിടയിൽ അമ്മ അവനെ എന്തൊക്കെ കുസൃതികൾ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം അമ്മ കണ്ടില്ലേ, അമ്മയോട് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇവിടെ നിറയെ കുരങ്ങന്മാർ വന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ കുരങ്ങന്മാരാട്ടം വന്നിരിക്കുകയാണ് കേട്ടോ. വലിയ തൊടിയിൽ നിറച്ചും കുരങ്ങന്മാരായിരുന്നു. ഒരു കൂട്ടമായിട്ടാണ് കുരങ്ങന്മാർ വന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ശല്യമാണ് കേട്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ. കാരണം നമുക്ക് ഒന്നാമത് പെട്ടെന്ന് അവർക്ക് ഷെഡിനുള്ളിലേക്കൊക്കെ അവർക്ക് വേഗം കയറാൻ പറ്റും. അടച്ചുറപ്പ് അങ്ങനെ ഇല്ലാത്തത് കാരണം കൊണ്ട് അവർക്ക് വേഗം കയറാൻ പറ്റും. അപ്പോൾ അത് കാരണം കൊണ്ട് ഭയങ്കര ശല്യമാണ്. പാത്രങ്ങളൊക്കെ എടുത്ത് ഒക്കെ നശിപ്പിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് നമുക്ക്. അപ്പോൾ എറിഞ്ഞ് ഓടിച്ചു വിടുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റിച്ചൂട്ടിനെ കുളിപ്പിച്ചിട്ട് കിടത്തി ഉറക്കണം. അവനാണെങ്കിൽ ഓരോരോ കുറുമ്പുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ അടുക്കളയാണ്. അപ്പോൾ
പിന്നെ അങ്ങനെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 3 മണിക്ക് ശേഷം ഞാൻ ഒന്ന് ഷെയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആപ്പിളും പാലും ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കട്ടപ്പാലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. കട്ടപ്പാലും ബൂസ്റ്റും ആപ്പിളും ചേർത്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ ബദാം അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ചേർക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ പഞ്ചസാര ഉണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാര ആപ്പിളും ഞാൻ ആദ്യം അടിച്ചെടുക്കും. ബദാം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ലാസ്റ്റ് മുകളിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഞാൻ പഞ്ചസാരയും ആപ്പിളും ചേർന്നിട്ടൊന്ന് അടിച്ചെടുക്കും. പിന്നെ അതിന് ശേഷമാണ് ഞാൻ ലാസ്റ്റ് ബൂസ്റ്റ് ഇട്ടിട്ട് ഞാൻ ഒന്നുകൂടെ അടിച്ചെടുക്കും ലാസ്റ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഷെയ്ക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ബദാം പൊടിച്ചിട്ട് ഞാൻ അത് വിതറിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷേക്കൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം മുറ്റത്ത് റിച്ചൂട്ടൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ റിച്ചൂട്ടിനെ ഇപ്പോൾ ഞാൻ 4:30 ശേഷം പുറത്തിറക്കാറുള്ളൂ. കാരണം ഭയങ്കര വെയിലാണ്. അപ്പോൾ വെയിലാണെങ്കിൽ അവൻ ഭയങ്കര ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, മെല്ലെ മെല്ലെ അവൻ കയറി പോവുകയാണ്, റോഡിലേക്കുള്ള പോക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.